അനധികൃത മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുമെന്ന വാക്കുപാലിച്ച് വിജയ് സർക്കാർ. തമിഴ്നാട്ടിൽ 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ പൂട്ടി. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ അടുത്തുള്ളവയാണ് അടച്ചുപൂട്ടിയത്. വാക്കുപാലിച്ച് വിജയ് സർക്കാർ. അനധികൃത മദ്യഷാപ്പുകൾക്ക് പൂട്ട്. തമിഴ്നാട്ടിൽ 717 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടി വിജയ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തുടനീളമുള്ള മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടിയത്. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ അടുത്തുള്ളവയാണ് ഇപ്പോൾ നിലവിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത്. അധികാരത്തിലേറി അതിനു തൊട്ടു പിന്നാലെ ഇത്തരം മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടുമെന്ന് വിജയ് വ്യക്തമാക്കിയതായിരുന്നു. ഇതിനു പിന്നാലെയാണ് അതിവേഗത്തിലുള്ള നടപടികളും വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയാണ് അധികാരത്തിലേറിയാൽ ഇത്തരം മദ്യഷാപ്പുകൾ നിർത്തലാക്കുമെന്ന് വിജയ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റമുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് തമിഴ്നാട്ടിൽ തന്നെ ഞെട്ടലാണ്. 2 ഘട്ടങ്ങളായാണ് തമിഴ്നാട് സർക്കാർ ഈ വലിയ ദൗത്യം പൂർത്തിയാക്കിയത്. 2026 ജൂൺ 3 നടന്ന ആദ്യഘട്ടത്തിൽ 610 കടകളാണ് പൂട്ടിയത്. കഴിഞ്ഞ ദിവസം 107 കൂടി അടച്ചു. അങ്ങനെ സംസ്ഥാന എക്സൈസ് മന്ത്രി വിഘ്നേഷ് ഔദ്യോഗികമായി പുതിയ റിപ്പോർട്ടുകളും പുറത്തുവിട്ടു. ഇതോടെയാണ് ആകെ പൂട്ടിയിട്ട മദ്യശാലകളുടെ എണ്ണം 717 മാറിയത്. സംസ്ഥാനത്ത് മധുരമേഖലയിലാണ് ഏറ്റവും കൂടുതൽ മദ്യഷോപ്പുകൾ പൂട്ടിയിരിക്കുന്നത്. 290 അവിടെയുള്ളത്. കോയമ്പത്തൂരിലാകട്ടെ 179 ഔട്ട്ലെറ്റുകളും പൂട്ടിയിട്ടുണ്ട്. പെട്ടെന്നുള്ള പൂട്ടൽ കാരണം നിരവധി ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന സാഹചര്യവുമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ വരാതിരിക്കാൻ സർക്കാർ പ്രത്യേക ജാഗ്രതയും പുലർത്തുന്നുണ്ട്. പൂട്ടിയ കടകളിലായി ആകെ 3474 ജീവനക്കാരായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇവരിൽ 2331 പേരെ സംസ്ഥാനത്തെ മറ്റ് ഔട്ട്ലെറ്റുകളിലെ ഒഴിവുകളിലേക്ക് ഇതിനകം തന്നെ മാറ്റി നിയമിക്കുകയും ചെയ്തു. ബാക്കിയുള്ള ജീവനക്കാരുടെ ജോലി കാര്യത്തിൽ ഉടൻ തന്നെ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് എക്സൈസ് വകുപ്പും വ്യക്തമാക്കുന്നത്. പുതിയ നടപടിയോടെ തമിഴ്നാട് സംസ്ഥാനത്തുടനീളമായി ഇനി 4048 ടാസ്മാക് ഔട്ട്ലെറ്റുകൾ മാത്രമായിരിക്കും ഔദ്യോഗികമായി പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.